ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? പെസഹ വ്യാഴം. കർത്താവ് തന്റെ ക്രൂശ് മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം തന്റെ ശിഷ്യന്മാർക്ക് ഒരു വിരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. ഈശോ വിരുന്നിന് തൊട്ടു മുമ്പ് എല്ലാവരുടെയും പാദങ്ങൾ കഴുകി ചുംബിച്ചു. അതിനകത്ത് തന്നെ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസും തള്ളിപ്പറയാൻ പോകുന്ന പത്രോസും ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാം ഒത്തുചേർന്നിരുന്ന് അത്താഴം ഭക്ഷിച്ചു. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയാവോ കൂട്ടുകാർക്ക്? നമ്മൾ എപ്പോഴും എളിമയുള്ളവരായിരിക്കണമെന്നാണ്. ഇനി നമുക്ക് വീടുകളിലെ പെസഹ ആചരണത്തെ പറ്റി ചർച്ച ചെയ്യാം. എല്ലാവരും പള്ളിയിൽ പോയി തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തി അപ്പവും പാലും ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അതിനുശേഷം ഒരു ചെറിയ പ്രാർത്ഥന കഴിയുമ്പോൾ വീട്ടിലത്തെ ഏറ്റവും മുതിർന്ന അംഗം അപ്പവും പാലും പങ്കിട്ട് എല്ലാവർക്കും നൽകും. ഇത് പങ്കുവെക്കലിന്റെയും കൂട്ടായ്മയുടെയും എല്ലാം ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെസഹ വ്യാഴ ദിന ആശംസകൾ.